ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടെ കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അർഹമുർ-റഹീമായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അതിൻ്റെ വില കൂടിയ പകുതി അവസാനിപ്പിച്ച് അവസാന പകുതിയിലേക്ക് മാറുകയാണ്. ഇന്ന് 16ാമത്തെ നോമ്പാണ് നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്വപൂർണമായ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തുവാനും അമലുകൾ ചെയ്യാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് റമദാൻ 16 വെള്ളിയാഴ്ചയാണ്. നാളെ റമദാൻ 17 ശനിയാഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിൻ്റെ 2ാം വർഷം. അന്നത്തെ ഒരു റമദാൻ 17 വെള്ളിയാഴ്ചയായി. ഇന്നത്തെക്കാൾ ഒരു ദിവസത്തെ മാറ്റം. ക്രിസ്തുവർഷം AD 624 മാർച്ച് 13 ആ വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സത്യവിശ്വാസിയും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെ നമ്മൾ ഗസ്വത്തു ബദർ അഥവാ ബദർ യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ ആ ദിവസത്തെ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്ന അർത്ഥത്തിൽ യൗമുൽ ഫുർഖാൻ എന്ന് ആ ദിവസത്തെ വിശദീകരിച്ചിട്ടുണ്ട്, ആ ദിവസത്തെ വർണ്ണിച്ചിട്ടുണ്ട്. എന്താണ് ബദർ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ബദറിനെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ക്രൂരതയുടെ അടയാളമായി, അവരുടെ മതത്തിന് സ്വാധീനം കിട്ടിയാൽ അവർ അവിശ്വാസികളെ കൊന്നുകളയും എന്നതിൻ്റെ തെളിവായി മതവിരോധികളായ ചില ആളുകൾ ബദറിനെ ചിത്രീകരിക്കാറുണ്ട്. വേറെയും ചില ആളുകൾ ഇസ്ലാം തീവ്രവാദമാണ്, ആയുധമെടുത്ത് എല്ലാവരോടും പൊരുതേണ്ടതുണ്ട്, എണ്ണം നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ വൈകാരികമായിട്ട് വളർത്താൻ ഈ ബദറിന്റെ പേര് ഉപയോഗിക്കാറുണ്ട്.
വേറെയും ചില ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അവരോട് സഹായം തേടാനും ഈ ബദറിനെയും ബദരീങ്ങളെയും ഉപയോഗപ്പെടുത്താറുണ്ട്. സത്യത്തിൽ എന്താണ് ബദർ? ആ ബദർ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സന്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പോരാട്ടത്തിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മുസ്ലിമും ആ സംഭവത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തു ആല ഇംറാനിലെ 123 ആയത്താണ്. 3-ാം അധ്യായം ആല ഇംറാനിലെ 123 വചനം ഇപ്രകാരമാണ്: വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി വഅൻതും അദില്ല. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി, തീർച്ചയായും ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ വളരെ നിസ്സഹായരായിരുന്നു. ആയുധങ്ങളില്ല, ആളുകളില്ല, ഭക്ഷണമില്ല, വാഹനങ്ങളില്ല, ഒന്നുമില്ലാതെ ഏറെ നിസ്സഹായരായിരുന്ന ഒരു സമയത്ത് ആ ബദറിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, എങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായേക്കും. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന ഒരു ഉപദേശത്തോടു കൂടി അള്ളാഹു ആ വചനം അവസാനിപ്പിക്കുന്നു. എന്തിനാണ് അള്ളാഹു ഈ വാക്ക് ബദർ എന്ന പദം ഖുർആനിൽ പ്രയോഗിച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി, ബദർ എന്ന പദം മുസ്ലിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ മുസ്ലിങ്ങൾ മദീനയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മദീന മുസ്ലിങ്ങളുടെ സമാധാനത്തിന്റെ ഒരു നാടായി മാറുന്നുണ്ട്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മൃഗങ്ങളോട് പോലും ചെയ്യാത്ത ക്രൂരതയാണ് മക്കക്കാർ മുസ്ലിങ്ങളോട് ചെയ്തത്. അതുകൊണ്ടാണ് അവർ നാട് വിട്ടു പോരേണ്ടി വന്നത്. മദീനയിലെത്തി ആരെയും ഉപദ്രവിക്കാതെ സ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യം മുസ്ലിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് 2 രൂപത്തിലുള്ള പ്രകോപനപരമായ വാർത്തകൾ മദീനയിലെ മുസ്ലിങ്ങൾ കേൾക്കുന്നത്. ഒന്നാമത്തെ വാർത്ത, മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത അവരുടെ മക്കയിലെ വീടും സ്വത്തും പറമ്പും എല്ലാം ഉപേക്ഷിച്ചാണ് അവർ മദീനയിലേക്ക് പോന്നത്. ആ സ്വത്തൊക്കെയും മക്കയിലെ മുശ്രിക്കുകൾ കൊള്ളയടിച്ചിരിക്കുന്നു. ആ ഒരു വാർത്ത മദീനയിലേക്ക് എത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒരുപാട് ആളുകൾ കഷ്ടപ്പാട് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത മക്കയിലെ അവരുടെ സ്വത്ത് മുഴുവനും അവരോടുള്ള ദേഷ്യം കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ കൊള്ളയടിച്ച് അവരുടേതാക്കി മാറ്റിയിരിക്കുന്നു. അതിലുള്ള ഇവരുടെ ബന്ധുക്കളെയും നിസ്സഹായരായ സ്വന്തക്കാരെയും അവർ ഇറക്കി വിട്ടിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത മദീനയിലെത്തുന്നു. അത് മദീനയിലെ മുസ്ലിങ്ങളെ മാനസികമായി വല്ലാതെ വിഷമിപ്പിക്കുന്നു. രണ്ടാമത്തേത്, മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്ത മദീനക്കാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തീരുമാനത്തോടെ മക്കയിലെ മുശ്രിക്കുകൾ മദീനയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ആ മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി ധനസമാഹരണത്തിന് പണം കണ്ടെത്തുവാൻ വേണ്ടി അവർ ഒരു മാർഗം തേടുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പണം കണ്ടെത്താൻ ചില കാര്യങ്ങൾ നടത്താറുണ്ടല്ലോ. ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ പണം കണ്ടെത്താൻ കണ്ടെത്തിയ മാർഗം ഒരു കച്ചവട യാത്ര നടത്തുക. മക്കയിലെ എല്ലാ ആളുകളും ആ കച്ചവടത്തിൽ പണം നിക്ഷേപിക്കുക. ആ കച്ചവടത്തിന്റെ ലാഭം മുഴുവനും മദീനയെ ഉപദ്രവിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി വിനിയോഗിക്കും. ഈ 2 വിവരങ്ങളും മദീനയിലെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള സ്വഹാബത്തിന് വിവരം കൊടുത്തു. ആ കച്ചവട സംഘം മദീനയിലൂടെ സിറിയയിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് ആ കച്ചവട സംഘത്തെ തടയണം. നമ്മുടെ സ്വത്ത് കൊള്ളയടിച്ച് അതുകൊണ്ടാണ് അവർ കച്ചവടത്തിന് പോകുന്നത്. മാത്രമല്ല, ആ സ്വത്തിന്റെ ലാഭം കിട്ടുന്ന ആ പണം ഉപയോഗിച്ച് നമ്മളെയും നമ്മുടെ നാടിനെയും അവർ ഇല്ലാതാക്കും. പ്രവാചകന്റെ കൽപ്പന പ്രകാരം 100-200ഓളം ആളുകൾ യുദ്ധസജ്ജരായിട്ടല്ല,
ഒരു യുദ്ധം മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, ഒരു യുദ്ധത്തിന്റെ പരിശീലനങ്ങൾ നടന്നിട്ടില്ല, ഒരു യുദ്ധത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല. അവർ ഈ കച്ചവട സംഘത്തെ തടയാൻ മദീനയുടെ പരിസരത്തേക്ക് പോവുകയാണ്. പക്ഷേ കച്ചവടത്തിന്റെ നേതാവ് അബൂ സുഫിയാനാണ്, അതിബുദ്ധിമാനാണ്. അബൂ സുഫിയാൻ അറിയാം മദീനയുടെ ഭാഗത്തുകൂടെ സഞ്ചരിക്കുമ്പോഴുള്ള അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സൂചനകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സാധാരണ സഞ്ചരിക്കാറുള്ള വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം സിറിയയിലേക്ക് പോകുന്നു. നബിയും കൂടെയുള്ളവരും അവരെ കാത്തു നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് അവർ സിറിയയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പ്രവാചകൻ മടങ്ങുകയാണ്. പിന്നീട് തീരുമാനിക്കുന്നു ആ കച്ചവട സംഘം മടങ്ങിപ്പോരുമ്പോൾ അവരെ തടയാം. അങ്ങനെ കച്ചവട സംഘം മടങ്ങുമ്പോൾ അവരെ തടയാൻ വേണ്ടി വീണ്ടും പ്രവാചകനും കൂട്ടരും പോവുകയാണ്. 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, 300ഓളം ആളുകൾ. സാധാരണ അറബികളുടെ അരയിൽ തിരികാറുള്ള ആ കത്തിക്ക് പുറമെ ആയുധങ്ങൾ അവരുടെ കൈവശമില്ല. കാരണം അവർ ഒരു യുദ്ധത്തിനല്ല പോയത്, കച്ചവട സംഘത്തെ തടയാൻ. എന്നാൽ അബൂ സുഫിയാനും കച്ചവട സംഘവും മറ്റൊരു വഴിയെ മക്കയിലേക്ക് രക്ഷപ്പെടും മുമ്പ് അബൂ സുഫിയാൻ മക്കയിലേക്ക് ഒരു വിവരം കൊടുത്തയച്ചു. നമ്മുടെ കച്ചവട സംഘത്തെ തടയാൻ മദീനക്കാർ കാത്തിരിക്കുന്നുണ്ട് എന്ന വിവരം. ഈ വിവരം കേട്ട മക്കയിലുള്ള അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മക്കയിലെ മുശ്രിക്കുകൾ പ്രകോപിതരായി. നമ്മുടെ നാട്ടിൽ വളർന്ന് നമ്മൾ വളർത്തി നമുക്കിടയിൽ വളർന്നിട്ട് ഇപ്പോൾ മുഹമ്മദും കൂടെയുള്ളവരും നമ്മുടെ കച്ചവട സംഘത്തെ തടയാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ അവരുടെ ധൈര്യം ഇപ്പോൾ തന്നെ അവസാനിക്കണം. 1000ഓളം ആളുകളുള്ള സർവസജ്ജരായ എല്ലാ സന്നാഹങ്ങളോടും കൂടിയ ശക്തമായ ഒരു സൈന്യവുമായിട്ട് അവർ മദീനക്ക് നേരെ പുറപ്പെട്ടു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി ആവശ്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ കാത്തിരിക്കുന്ന അവരുടെ മുമ്പിലേക്കാണ് സർവസജ്ജരായി എല്ലാ സന്നാഹത്തോടും കൂടി അവരുടെ 3 ഇരട്ടിയുള്ള ഒരു സൈന്യം കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള മുഹാജിറുകളോടും അൻസാറുകളോടും, മുഹാജിറുകൾ എന്നാൽ മക്കയിൽ നിന്ന് പ്രവാചകന്റെ കൂടെ വന്ന അഭയാർത്ഥികളായ മുസ്ലിങ്ങളാണ്. അൻസാറുകൾ എന്നാൽ മദീനക്കാരായ മുസ്ലിങ്ങളെ കൈനീട്ടി സ്വീകരിച്ച മദീനക്കാരായ മുസ്ലിങ്ങളാണ് അൻസാറുകൾ. ഈ 2 വിഭാഗത്തോട് പ്രവാചകൻ എന്ത് ചെയ്യണം എന്ന് ഉപദേശങ്ങൾ തേടി. അവർ 2 കൂട്ടരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്താണോ കൽപ്പിക്കുന്നത് അതിന് ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ്, അങ്ങ് പഠിപ്പിച്ച ആദർശം ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് ലാഭനഷ്ടങ്ങളെ കുറിച്ചോ ജയപരാജയങ്ങളെ കുറിച്ചോ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങ് എന്താണോ കൽപ്പിക്കുന്നത് അതിന് ഞങ്ങൾ ഒരുക്കമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എങ്കിൽ നമ്മൾ വന്ന അത്ര ഈസി അല്ല കാര്യങ്ങൾ. ശക്തമായ ഒരു സൈന്യത്തെ നമുക്ക് നേരിടേണ്ടതുണ്ട്. ആ സൈന്യവുമായുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടത്തിന്റെ പേരാണ് ബദർ. ബദർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ പേരാണ്. പണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒട്ടകം കടന്നു പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു ജനപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞത്, ഖുറൈശികൾ അഥവാ മുശ്രിക്കുകൾ അവർ മദീനയിലേക്ക് കടന്നു വന്നാൽ അവർ മദീനക്കാർക്ക് വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശത്രു സൈന്യം ഒരിക്കലും മദീനയിലേക്ക് കയറാൻ പാടില്ല. മദീനയുടെ പുറത്ത് നമുക്ക് അവരെ തടയാം. അങ്ങനെയാണ് മദീനയുടെ ഒരു 80 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ബദർ എന്ന ഗ്രാമത്തിൽ വെച്ച് അവരെ തടയാൻ പ്രവാചകരും അനുയായികളും സന്നദ്ധരാകുന്നത്. പോരാട്ടം ഒരൊറ്റ ദിവസം മാത്രം നീണ്ടുനിന്ന പോരാട്ടമാണ്. രാവിലെ പോരാട്ടം ആരംഭിച്ച് വൈകുന്നേരമായപ്പോഴേക്ക് പോരാട്ടം തീർന്നു. ഒരൊറ്റ പകൽ, മണിക്കൂറുകൾ മാത്രം നീണ്ട ഒരു പോരാട്ടം. ആ പോരാട്ടത്തിനൊടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികളും അത്ഭുതകരമായ, അമ്പരപ്പിക്കുന്ന, ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന വിജയം നേടി. കൊട്ടും കുരവയുമായി വിജയത്തിന്റെ അഹങ്കാരവുമായി വന്ന മക്കയിലെ മുശ്രിക്കുകൾ പരാജയപ്പെട്ട് തകർന്നുപോയി. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 13 ആളുകൾ ഷഹീദായി, രക്തസാക്ഷികളായി. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ 70 ആളുകൾ കൊല്ലപ്പെട്ടു. 70 ആളുകളെ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കലും തോൽക്കില്ല എന്ന അഹങ്കാരവുമായി വന്ന
അറേബ്യയിലെ ഏറ്റവും ശക്തമായ ഗോത്രത്തിന്റെ നാടിന്റെ പ്രതിനിധികൾ പരാജയ ഭാരം കൊണ്ട് തല കുനിച്ചുകൊണ്ട് അവർ മക്കയിലേക്ക് മടങ്ങിപ്പോയി. ഈ പോരാട്ടത്തിനാണ് ഓസ്വത്തുൽ ബദർ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഒരു പ്രസക്തി പോലും ഉണ്ടാവുകയില്ല. കാരണം ചരിത്രം എന്ന് പറയുന്നത് തന്നെ യുദ്ധങ്ങളാണ്. നമ്മളൊക്കെ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അതിൽ മുഴുവനും പഠിക്കാനുള്ളത് യുദ്ധങ്ങളുടെ കഥകളാണ്. 10,000 പങ്കെടുത്ത യുദ്ധം, 10,000 കൊല്ലപ്പെട്ട യുദ്ധം, അങ്ങനെ വമ്പൻ യുദ്ധങ്ങളെ കുറിച്ചാണ് ചരിത്രത്തിൽ പറയുന്നത്. ഒരു ഭാഗത്ത് 300, മറുഭാഗത്ത് 1000 ആളുകൾ കൂടി പൊരുതിയാൽ ചരിത്രത്തിൽ അത് ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ മാത്രമാണ്. അതൊരു യുദ്ധമായിട്ട് ചരിത്രം പരിഗണിക്കുകയില്ല. ഒരു ഭാഗത്ത് കൊല്ലപ്പെട്ടത് 14, മറുഭാഗത്ത് 70. അതൊരു യുദ്ധമായിട്ട് ചരിത്രം കാണുകയില്ല. അത് പണ്ട് പ്രാകൃത ഗോത്രങ്ങളിലെ സംഘടനകളായി മാത്രമേ അവർ കാണുകയുള്ളൂ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ച് ബദർ ഒരു യുദ്ധമാണ്. അതിനുശേഷം 1000-ും 10,000-ും പങ്കെടുത്ത ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമായി ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ 1-ാം സ്ഥാനത്ത് നിർത്തുന്നത് ബദർ എന്ന ഈ പോരാട്ടത്തെയാണ്. എന്താണ് ബദറിന്റെ പ്രത്യേകത? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ആദർശത്തിന്റെ ആൾരൂപങ്ങളായ ഒരു ജനക്കൂട്ടം ജയപരാജയങ്ങളല്ല നോക്കിയത്. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ എന്താണോ തങ്ങളോട് കൽപ്പിക്കുന്നത് ആ കൽപ്പന എന്തായിരുന്നാലും അതനുസരിക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ഈ ദുനിയാവിലെ താൽക്കാലികമായ ജീവിതത്തിനപ്പുറം ശാശ്വതമായ ഒരു സ്വർഗലോകം കാത്തിരിക്കുന്നുണ്ട് എന്ന ആ വലിയ വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി അള്ളാഹുവിനുള്ള വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമെന്ന തിരിച്ചറിവോടുകൂടിയാണ് അവർ ബദറിലേക്ക് ഇറങ്ങിയത്. ഇന്ന് ബദറിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. ലോക മുസ്ലിങ്ങളും മുസ്ലിം ലോകവും ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്താണ് പരിഹാരമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ചിലരൊക്കെ പറഞ്ഞു പോരാട്ടങ്ങളാണ്, ചിലരൊക്കെ പറഞ്ഞു മറ്റു ചിലതാണ്, വേറെ ചിലർ പറഞ്ഞു ആ രാജ്യങ്ങൾ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ഭരണാധികാരികൾ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇതൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വിജയവും അവന്റെ ജീവിതത്തിന്റെ സമാധാനവും അള്ളാഹുവിൽ നിന്നാണ് കിട്ടുക. അള്ളാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നവരായാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാലടികളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന മുഴുവൻ അസ്തിത്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആദർശത്തിന്റെ വിശുദ്ധിയാണ്, ആദർശത്തിന്റെ കരുത്താണ്. ബദർ എന്ന പോരാട്ടത്തിൽ മുസ്ലിങ്ങളെ ജയിപ്പിച്ചത് അള്ളാഹുവിന്റെ സഹായമായിരുന്നു. അതാണ് പറഞ്ഞത്, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി. അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ പോരാട്ടത്തിന്റെ ചൂട് കൊണ്ടല്ല, അവരുടെ യുദ്ധതന്ത്രങ്ങളുടെ മികവ് കൊണ്ടല്ല ബദറിലെ വിജയിച്ചത് അള്ളാഹുവിന്റെ സഹായമാണ്. എത്ര സഹായങ്ങൾ എന്നറിയുമോ? നോക്കൂ നിങ്ങൾ, ബദറിന്റെ തലേ ദിവസം നന്നായിട്ട് മഴ പെയ്തു. ആ മഴ മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി. മുസ്ലിങ്ങൾ ടെന്റടിച്ച ഭാഗത്ത് ആ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടി. എന്നാൽ ശത്രുക്കൾ ടെന്റടിച്ച ഭാഗത്ത് ആ വെള്ളം കെട്ടിനിന്ന് ആകെ ചളിയായി അഴുക്കായി അവരുടെ ടെന്റുകളൊക്കെ പറിച്ചു മാറ്റേണ്ടി വന്നു. യുദ്ധത്തിന്റെ തലേ ദിവസം അവരാകപ്പാടെ അസ്വസ്ഥരായി. അള്ളാഹു പറയുന്നത് അത് അള്ളാഹു മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു സഹായമായിരുന്നു. രണ്ടാമത്തേത്, ശത്രുക്കൾ മുസ്ലിങ്ങളുടെ പടയാളികളെ നോക്കിയപ്പോ ഒരുപാട് അധികമുണ്ട്, അവർ ഒരുപാട് ആളുകളുണ്ട് എന്ന് ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു. എന്നാൽ മുസ്ലിങ്ങൾ ശത്രുഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവർ വളരെ കുറച്ചുള്ളൂ എന്ന് മുസ്ലിങ്ങളുടെ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി. അല്ലാഹു തീർന്നില്ല. ആ യുദ്ധത്തിൽ അല്ലാഹു മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലെ ആലെ ഇമ്രാനിലെ 123 മുതൽ താഴേക്കുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അഥവാ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചത്. നിങ്ങൾക്കറിയുമോ, ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾക്ക് പറയുന്ന പേരാണ് ബദരീങ്ങൾ. ആഖിറുൽ ബദർ, ബദരീങ്ങൾ എന്നാ പറയാം.
ആ ബദരീങ്ങളായ 200 ചില്ലാനം ബദരീങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധമുണ്ട് തൊട്ടടുത്ത വർഷം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. ഹിജ്റ 3-ാം വർഷത്തിൽ നടന്ന ഒരു യുദ്ധമുണ്ട് മദീനക്ക് സമീപം വെച്ച് തന്നെ. ആ യുദ്ധത്തിന്റെ പേര് ഉഹുദ് എന്നാണ്. ആ ഉഹുദിൽ ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളെക്കാൾ 3 ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു ഉഹുദിൽ. പക്ഷേ ഉഹുദിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. ബദറിൽ 14 മുസ്ലിങ്ങൾ രക്തസാക്ഷിയായി, 70 മുസ്ലിങ്ങൾ രക്തസാക്ഷിയായെങ്കിൽ ബദരീങ്ങൾ പങ്കെടുത്ത ഉഹുദ് യുദ്ധത്തിൽ 70 മുസ്ലിങ്ങളാണ് രക്തസാക്ഷികളായത്. ബദറിന്റെ നേർവിപരീതമായി ഉഹുദ്. എന്ത് സംഭവിച്ചത്? അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായില്ല. എന്തുകൊണ്ടാണ് റബ്ബിന്റെ സഹായം ഉണ്ടായത്? ബദറിൽ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ? അവർ പറഞ്ഞത്, അങ്ങ് എവിടേക്ക് വിളിച്ചാലും, എന്തു പറഞ്ഞാലും, എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകും. ആ അനുസരണക്കാണ്, ആ ആദർശത്തിനാണ് ബദറിൽ സഹായം കിട്ടിയത്. എന്നാൽ ഉഹുദിൽ ഇതേ ബദരീങ്ങളായ മുസ്ലിങ്ങളിൽ ചിലർ ഉഹുദിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോ ആ പരാജയത്തിന്റെ ഭാരം മുസ്ലിങ്ങൾ മുഴുവനും ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് ചോദിക്കുമ്പോ ആയുധത്തിന്റെ തീവ്രതയല്ല, പോരാട്ടത്തിന്റെ തീവ്രതയുമല്ല, ആദർശത്തിന്റെ കരുത്താണ്. അള്ളാഹുവിൽ സമർപ്പിക്കുവാനും ശിർക്കില്ലാത്ത കൃത്യമായ വിശ്വാസം വെച്ചു പുലർത്താനും ഒരു മനുഷ്യന് സാധിച്ചാൽ അവന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു തആല പറയുന്നുണ്ട്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ കൂടി ജീവിക്കുന്നത്, അവൻ അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു അവന് മോചനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും. ആരാണോ അള്ളാഹുവിൽ തന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്, എന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് ആരാണോ വിശ്വസിക്കുന്നത്, അത്തരം ആളുകൾക്ക് അവൻ അല്ലാഹ് മതി. ഏത് പ്രതിസന്ധിയിലും അവന്റെ കൂടെ രക്ഷിതാവായി, രക്ഷകനായി, സംരക്ഷകനായി അള്ളാഹു ഉണ്ടാകുമെന്ന് അള്ളാഹു തആല വാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്, അള്ളാഹു നിങ്ങളിലെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരു വാഗ്ദത്തം നൽകുന്നുണ്ട്. അള്ളാഹു നിങ്ങളോട് ഒരു ഉറപ്പ് തരുന്നുണ്ട്. എന്താണ് ഉറപ്പെന്നറിയോ? അള്ളാഹു നിങ്ങൾക്ക് ഭയം കൂടിയ ദിവസങ്ങൾക്ക് ശേഷം സമാധാനത്തിന്റെ ദിവസങ്ങൾ തരും. അള്ളാഹു നിങ്ങളുടെ മതത്തിന് സ്വാധീനം തരും. അള്ളാഹു നിങ്ങൾക്ക് അധികാരം തരും. 3 കാര്യങ്ങൾ അള്ളാഹു നമ്മളോട് വാഗ്ദത്തം ചെയ്യാണ്. അള്ളാഹു നിങ്ങൾക്ക് നിർഭയത്വം തരാം. തലക്ക് മുകളിൽ പാഞ്ഞു പോകുന്ന മിസൈലുകളുടെ, ആണവ വിമാനങ്ങളുടെ, ആർത്തലക്കുന്ന ശത്രുവിന്റെ അട്ടഹാസങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരും. അള്ളാഹു നിങ്ങളുടെ മതത്തിന് സ്വാധീനം തരും. അള്ളാഹു നിങ്ങൾക്ക് അധികാരം തരും. പക്ഷെ ഈ 3 കാര്യങ്ങൾ കിട്ടാൻ അള്ളാഹു വെച്ച ഒരു ഉപാധിയുണ്ട്. ആ ഉപാധി ലോകത്തിലെ മുസ്ലിം സമൂഹം എന്നാണോ അനുസരിക്കുന്നത്, അന്ന് അള്ളാഹുവിൽ നിന്ന് ഈ സഹായം ഈ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴാണോ ധിക്കരിക്കുന്നത്, അപ്പോൾ ആ സഹായം അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഏതാണ് കണ്ടീഷൻ എന്നറിയോ? എന്നെ മാത്രം അവൻ ആരാധിക്കണം, എന്നെ മാത്രം അവൻ ആരാധിക്കണം. എന്റെ ആരാധനയിൽ യാതൊന്നിനെയും അവൻ പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെയും, മലക്കോ മനുഷ്യനോ ജിന്നോ മരമോ കല്ലോ, ഒരു സൃഷ്ടിയെയും അവൻ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനത്തെ തൗഹീദിന്റെ, ഏകദൈവ വിശ്വാസത്തിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു കേന്ദ്രമായി ആ സമൂഹം മാറുമ്പോൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ബദർ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ശത്രു എത്ര കരുത്തതായിക്കൊള്ളട്ടെ, ശത്രുവിന് എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടാവട്ടെ, ശത്രുക്കൾ എത്രമാത്രം പ്രസിദ്ധരാവട്ടെ, നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ ആദർശത്തിലാണോ, നിങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു മുത്തഖിയുടെ ജീവിതമാണോ, എങ്കിൽ ബേജാറാവണ്ട, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ചെങ്കടലിന്റെ മുമ്പിൽ മൂസാ നബി കൂട്ടരും പെട്ടുപോയി. മുന്നോട്ട് നടക്കാനാവാതെ കടലാണ്. പിന്നിലാവട്ടെ അവരെ കൊല്ലാനുള്ള ശത്രു സൈന്യത്തിന്റെ വരവാണ്. സൈന്യത്തിന്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട ആ പാവപ്പെട്ട ജനത മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസ, നമ്മൾ കുടുങ്ങിയില്ലേ? ഈ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ ശത്രുവിന്റെ വെട്ടുകൊണ്ട് മരിക്കണം. വേറെ മാർഗങ്ങളില്ലല്ലോ.
പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസത്തിന് ദൃഢതയുള്ള, ആദർശത്തിന്റെ കരുത്തുള്ള മൂസാ നബിയുടെ മറുപടി ഖല്ലാ, അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അതൊരു വിശ്വാസമാണ്. ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ, സംരക്ഷിക്കാൻ ആരുടെയും കാല് പിടിക്കേണ്ടി വരികയില്ല. ആ ആദർശവും ആ വിശ്വാസവും അത് തനതായതാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകുമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ബദർ യുദ്ധം അത് നമ്മളെ പഠിപ്പിക്കുന്നത് പോരാട്ടത്തിന്റെ തീവ്രതയെ കുറിച്ചല്ല, വിശ്വാസത്തിന്റെ ദൃഢതയെ കുറിച്ചാണ്, ആദർശത്തിന്റെ ശക്തിയെ കുറിച്ചാണ്, ഈമാനിനെ കുറിച്ചാണ്. ആ ഈമാനും ആ ആദർശവും ആ വിശ്വാസവും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്കും കടന്നു വന്നാൽ എവിടെയും തോൽക്കാത്ത അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ആദർശം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. ബദർ എന്ന യുദ്ധത്തിന് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് പഠിപ്പിക്കാനുള്ള പാഠത്തെക്കുറിച്ച് നമ്മൾ അല്പം മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലൊക്കെ നാളെ അഥവാ റമദാൻ 17-ന് കണ്ടുവരുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ച് ചില പ്രത്യേകമായ ആരാധനകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും അന്നദാനങ്ങളും നേർച്ചകളും ഒക്കെയായിട്ട് ബദർ 17 ആഘോഷിക്കുന്ന, അനുസ്മരിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും ഒക്കെ അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് പറയുന്നവരെ മുസ്ലിങ്ങളുടെ ശത്രുക്കളായി അവരെ മുദ്രകുത്തുന്ന ചില ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ബദർ യുദ്ധം നമ്മൾ കേട്ടല്ലോ, റമദാൻ 17-നാണ്, ഹിജ്റ 2-ാം വർഷത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. അഥവാ ബദർ യുദ്ധം കഴിഞ്ഞ് 8 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 8 റമദാൻ മാസം പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട്, സ്വഹാബത്തെ, ഇത് നമ്മുടെ ചരിത്രത്തിലെ നിർണായകമായ വിജയത്തിന്റെ ദിവസമാണ്, മറക്കാൻ പാടില്ലാത്ത വിജയ ദിനമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായ ദിനമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമുക്ക് അനുസ്മരിക്കണം, ആചരിക്കണം, ആഘോഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 8 കൊല്ലത്തെ റമദാനിൽ ഏതെങ്കിലും ഒരു റമദാനിൽ സഹാബത്തിനോട് പറഞ്ഞിട്ടില്ല, സഹാബത്ത് അത് ചെയ്തിട്ടില്ല. റമദാൻ 16-ന് ചെയ്യാത്ത ഒരു കർമ്മവും റമദാൻ 17-ന് പ്രത്യേകമായിട്ടില്ല. റമദാൻ 18-ൽ ഇല്ലാത്ത ഒരു കർമ്മവും റമദാൻ 17-ന് പ്രത്യേകമായിട്ട് ചെയ്യാനില്ല. അന്നൊരു സ്വലാത്തോ പള്ളികളിൽ നിന്ന് പ്രത്യേകമായ ദിക്റുകളോ ഖുർആൻ പാരായണങ്ങളോ മൃഗങ്ങളെയൊക്കെ അറുത്തിട്ട് ബദരീങ്ങളുടെ പേരിൽ മാംസവും ഭക്ഷണവും വിതരണം ചെയ്യുന്ന നേർച്ചകളോ ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരികയോ സഹാബത്ത് പഠിപ്പിച്ചു തരികയോ ചെയ്തിട്ടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, എൻ്റെ കാലശേഷം തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. പ്രവാചകന്റെ കാലശേഷം ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയണേ, അന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലിന്റെ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ സച്ചരിതരായ ഖലീഫമാർ എന്താണ് ചെയ്തത്? അത് നിങ്ങൾ നോക്കണം. എന്നിട്ട് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളുടെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. കാരണം എല്ലാ പുതിയ ആചാരങ്ങളും മതപരമായിട്ട് തെറ്റാണ്, അത് നരകത്തിലേക്ക് എത്തിക്കും. പ്രവാചകന്റെ കാലത്ത് റമദാൻ 17-ന് ഒരാചാരവും ഒരാഘോഷവും ഉണ്ടായിട്ടില്ല.
പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രവാചകന്റെ ഭാര്യമാരോ പ്രവാചകന്റെ കുടുംബമോ പ്രവാചകന്റെ സ്വഹാബത്തോ ആരും റമദാൻ 17 പ്രത്യേകമായിട്ട് ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ചില ആളുകൾക്ക് തോന്നിയേക്കും അങ്ങനെ വേണ്ട, എന്നാലും നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കലൊക്കെ നോമ്പ് തുറക്കാൻ വൈകുന്നേരം പള്ളിയിൽ നിന്നൊക്കെ ഭക്ഷണം കൊടുക്കൽ തെറ്റാണോ എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളുമൊക്കെ അതിൽ പങ്കാളികളായേക്കാം. അവിടെ ഒരു തെറ്റുണ്ട്. എന്താ തെറ്റെന്നറിയോ? അള്ളാഹുവിന്റെ മതം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിലേക്ക് കൂട്ടിച്ചേർക്കാനോ അതിനുള്ള എന്തെങ്കിലും വെട്ടിച്ചുരുക്കാനോ നമുക്ക് അധികാരം തന്നിട്ടില്ല. ആ മതത്തിന്റെ പൂർണ്ണമായ അവകാശി അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏത് സദസ്സിലും പ്രസംഗിക്കാൻ നിൽക്കുമ്പോ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ. ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ മതത്തില് പുതിയ കാര്യങ്ങൾ നമ്മുടെ വകയായിട്ട് ഉണ്ടാക്കുക. അള്ളാഹു നിശ്ചയിച്ച ഒരു മതം, അതിനെ നമ്മൾ കൃത്രിമമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചില കാര്യങ്ങളെ കയറ്റിവെക്കുക, അത് ഏറ്റവും തിന്മയായ മോശപ്പെട്ട കാര്യമാണ് എന്നാണ് പഠിപ്പിച്ചത്. നമ്മുടെ മതത്തിൽ പെരുന്നാൾ ആഘോഷിക്കണം, ലൈലത്തുൽ ഖദ്റിന് പ്രത്യേകമായ പ്രാർത്ഥനകളും ആരാധനകളും ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഉള്ളത് പഠിപ്പിക്കും, ഇല്ലാത്തത് കൊണ്ടാണ് അത് പ്രത്യേകമായി പഠിപ്പിക്കാത്തത്. അവിടെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ തെറ്റാണ് എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാവുക. പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, കൽപ്പിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആ സന്ദേശം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതങ്ങൾ പ്രവേശിക്കുന്നത്. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളോളം ശ്രേഷ്ഠമായ ദിവസങ്ങൾ ലോകത്ത് വേറെ ഇല്ല. അതിൽ തന്നെയുള്ള ഒരു രാത്രിയായ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ പുണ്യം. അഥവാ ആ ഒരു രാത്രിയിൽ നമ്മൾ അള്ളാഹുവിന് ആരാധനകൾ ചെയ്താൽ 1000 മാസങ്ങളെക്കാൾ നീണ്ട ഒരു കാലം. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം നിങ്ങൾക്കറിയോ? 83 കൊല്ലവും 4 മാസവും. അഥവാ 84 കൊല്ലത്തെക്കാളേറെ ഒരാള് ഒരു പള്ളിയിൽ ഇരുന്ന് പുറത്തു പോകാതെ ഇബാദത്തുകൾ തന്നെ ചെയ്ത് അയാൾ 84 കൊല്ലം ജീവിച്ചാൽ അയാൾക്ക് കിട്ടുന്ന കൂലി എത്രയാണോ ആ കൂലി ഒരു രാത്രിക്ക് അല്ലാഹു തആല അവന്റെ നല്ലവരായ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഇൻഷാ അല്ലാഹ് അവസാനത്തെ 10 വരുമ്പോ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ സഹാബത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങൾ ആഗതമാകുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു മാറ്റമുണ്ട്. പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്ർ ശദ്ദ മിഅ്സർ വഹിയ ലൈലഹു വൈഖല അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ 20 ആയി കഴിഞ്ഞാൽ, ഇന്നിപ്പോ എത്രയാണ്? ഇന്ന് 16 തീരാണ്, നാളെ 17ആണ്, 18ആണ്, 19 ആയി കഴിഞ്ഞാൽ പിന്നെ 20ന്റെ രാത്രിയാണ്. ആ 20ന്റെ രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സവിശേഷത ഉണ്ടാവാറുണ്ട്. പ്രവാചകൻ ആദ്യമായിട്ട് ശദ്ദ മിഅ്സർ, തന്റെ മുണ്ട് മുറുക്കി ഉടുക്കുന്ന, അതൊരു പ്രയോഗമാണ്, ഭാഷാപരമായ പ്രയോഗം. നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു വലിയ കല്ലുണ്ട്, ആ കല്ലൊന്ന് അപ്പുറത്തേക്ക് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാൻ അറിയാം? തുണി ഉടുത്ത ആളുകളാണെങ്കിൽ ആ തുണി ഒന്ന് മുറുക്കിയെടുക്കും. അത് ലോകത്തിലെ ഒരു പൊതുപ്രയോഗ. ഒരു പണിക്ക് വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അടയാളം അര മുറുക്കി ഉടുക്കുക എന്നാണ്. റസൂലുള്ളാഹി അവസാനത്തെ 10 വരുമ്പോൾ ആരാധനകൾക്ക് വേണ്ടി അര മുറുക്കി ഉടുക്കും. തീർന്നില്ല, വാഹിയ ലൈലഹു, ഒരൊറ്റ രാത്രിയെയും പ്രവാചകൻ പിന്നെ ഉറക്കൂല. റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ. പകലുകൾ ഏതാണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത്
ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകല്. ഹജ്ജും അറഫയും ഒക്കെ ആ പകലുകളിലാണ് വരുന്നത്. എന്നാൽ രാത്രിയുടെ കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളാണ്. എന്താണ് ഒരു രാത്രിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ, ആ രാത്രികളിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ മറ്റു കാലത്തിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി കൂലി കിട്ടും നമുക്ക്. അതാണ് ആ രാത്രിയുടെ പ്രത്യേകത. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാതെ ഇബാദത്തുകളിൽ മുഴുകി. പ്രവാചകൻ മാത്രമല്ല, തൻ്റെ വീട്ടുകാരെയും ഉണർത്തി. എന്തിനാണത്? ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എനിക്കൊറ്റക്ക് സ്വർഗത്തിലെത്തിയാൽ പോരാ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ സ്വർഗത്തിലുണ്ടാവണം, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ മക്കൾ സ്വർഗത്തിലുണ്ടാവണം, ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സ്വർഗത്തിലുണ്ടാക്കണം, എൻ്റെ വീട്ടുകാർ സ്വർഗത്തിലുണ്ടാവണം. അതിനെന്താ മാർഗം? ഞാൻ മാത്രം അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം എൻ്റെ കുടുംബത്തിന് കിട്ടുമോ? കിട്ടൂലല്ലോ. എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൾ അധ്വാനിക്കണം, എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവർ അധ്വാനിക്കണം, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അവർ അധ്വാനിക്കണം. അതുകൊണ്ട് പ്രവാചകൻ റമദാനിന്റെ അവസാനത്തെ 10 പ്രവാചകൻ ഒറ്റക്ക് ഉണർന്നിരിക്കുകയല്ല, പ്രവാചകന്റെ ഭാര്യമാർ ഉണർന്നിരിക്കും. പ്രവാചകൻ അവരെ ഉണർത്തും. എണീക്കിൻ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ, എണീക്കിൻ, നിസ്കരിക്കിൻ. പ്രവാചകൻ അവരെ ഉണർത്തി. ഒരാളെയും ഉറങ്ങാൻ അനുവദിക്കാതെ രാത്രി മുഴുവനും പ്രവാചകൻ അവരെ ഉണർത്തിയിരിക്കുമെന്ന് പ്രവാചകന്റെ പത്നി നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പലരും സ്വാർത്ഥരാ. നമ്മൾ നിസ്കരിക്കാൻ വരും, ആ സമയത്ത് നമ്മുടെ മക്കളൊക്കെ മൊബൈലും നെക്കിയിട്ട് ഏതെങ്കിലും വഴിയോരങ്ങളിൽ ഭക്ഷണം കഴിച്ച് എവിടെങ്കിലൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടാവാം. നമ്മുടെ വീട്ടുകാർ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടാവാം. നമ്മൾ മാത്രം പള്ളികളിൽ ഈത്തികാഫായിട്ട് ഖുർആനായിട്ട് സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ക്രൂരന്മാരായിട്ട് നമ്മൾ മാറരുത്. നമ്മുടെ കുടുംബങ്ങളെ റമദാനിന്റെ രാത്രിയിൽ നമ്മൾ ഉണർത്തണം. ആ റമദാനിന്റെ രാത്രികളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം. ഇവിടെ പിശാചിനെ ഇടപെടാൻ അനുവദിക്കരുത്. പലപ്പോഴും പിശാച് അവസാനത്തെ 10 ആകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ മടുപ്പുണ്ടാകും, നമ്മുടെ മനസ്സിൽ നമസ്കാരത്തോടൊക്കെ ഒരു അകൽച്ച ഉണ്ടാകും. പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ മൂടാണ്, ഷോപ്പിംഗ് ആണ്, ഫെസ്റ്റിവൽ ആണ്. ആളുകളൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങും, പള്ളിയിൽ ആളുകൾ കുറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം അങ്ങാടികളാണ്. അവിടെ എല്ലാ വേണ്ടാത്തരങ്ങളും വന്നു കൂടുന്നത് കൊണ്ടാണ് ആ ദേഷ്യം. എന്നാൽ പിശാചിനെ സംബന്ധിച്ച് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം പള്ളിയാണ്, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അങ്ങാടികളാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണെങ്കിൽ പള്ളികളെ സ്നേഹിക്കണം. ആ പള്ളിയിൽ സമയമിരിക്കാൻ നമുക്ക് സമയമുണ്ടാവണം, മനസ്സുണ്ടാവണം. പിശാചിന്റെ സ്നേഹികളായി പിശാച് ഇഷ്ടപ്പെടുന്ന അങ്ങാടികളെ റമദാനിന്റെ രാത്രിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുക്കരുതെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാകുന്നു. മനുഷ്യർക്ക് മുഴുവനും വെളിച്ചമായിട്ട് അല്ലാഹു ഇറക്കിയ ആ ഖുർആൻ ഇറക്കിയ മഹത്വം കൊണ്ടാണ് റമദാൻ ഇത്രയേറെ പോരിശയാക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 16 ദിവസം ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? നമ്മൾ എത്ര ഓതി, നമ്മൾ എത്ര പഠിച്ചു, നമ്മൾ എത്ര മനസ്സിലാക്കി, നമ്മൾ എത്ര ആലോചിച്ചു, നമ്മൾ എത്ര ജീവിതത്തിന്റെ ഭാഗമാക്കി? ഈ 16 ദിവസത്തെ നമ്മുടെ ജീവിതം നാളെ പരലോകത്ത് ആ ദിവസങ്ങളിൽ ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹിനോട് സാക്ഷി പറയുമോ? പടച്ചോനെ, ഈ ദിവസങ്ങളിലൊക്കെയും ഇവൻ എന്നെ പഠിക്കാനും എന്നെ വായിക്കാനും എന്നെ ചിന്തിക്കുവാനും വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയുമോ? അതല്ല, അള്ളാഹുവേ, എല്ലാ സൗകര്യമുണ്ടായിട്ടും ഇവൻ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ചെലവഴിച്ച സമയത്തിന്റെ പകുതി പോലും എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല, ഇവന് നീ കനത്ത ശിക്ഷ കൊടുക്കണേ എന്ന് ഖുർആൻ എതിരായിട്ട് സാക്ഷി പറയുന്നവരിൽ നമ്മൾ ഉണ്ടാവോ? ഓരോരുത്തരും ചിന്തിക്കുക. കഴിഞ്ഞ 16 ദിവസത്തിലെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? രണ്ടാമത്തേത്, ഈ റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്.
ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 16 നാളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും കണ്ണ് നിറഞ്ഞ് ചുണ്ട് വിറച്ച് ഹൃദയം വിതുമ്പി അല്ലാഹുവേ ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം കേട്ടോ എന്ന് ഒരിക്കലെങ്കിലും തൗബ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിച്ചോ? മൂന്നാമത്തേത്, കാരുണ്യവാനായ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരുമ്പോ ആ റബ്ബിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലാനെങ്കിലും നമുക്ക് താല്പര്യമുണ്ടായോ? നമ്മൾ അല്ലാഹുവിൽ നിന്ന് കൂടുതൽ അകന്നകന്നു പോകുന്ന കാഴ്ചകളല്ലേ പലപ്പോഴും നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാ തെറ്റുകളും തിരുത്താൻ 10 ദിവസങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളെ ഊർജ്ജസ്വലമാക്കുക, ശക്തമായി ഉപയോഗപ്പെടുത്തുക, മനസ്സിലുണ്ടാകുന്ന മടുപ്പിന്റെ മൂടികളെ പറിച്ചെറിയുക, നമ്മളെ പിന്തിരിപ്പിക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുക. ഫെസ്റ്റിവലുകളും ആഘോഷങ്ങളും അതേപോലെ ഷോപ്പിംഗും ഒക്കെ നേരത്തെ നടത്തി അവസാനത്തെ 10 ദിവസങ്ങൾ അത് കുടുംബത്തിന് കൂടി പറഞ്ഞു കൊടുക്കണം. മക്കളെ, നിങ്ങൾക്ക് വാപ്പാന്റെ കൂടെ സ്വർഗത്തിൽ പോരണ്ടേ? ഭാര്യയോട് ചോദിക്കണം, എടി നിനക്ക് നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കണ്ടേ? മാതാപിതാക്കളോട് പറയണം, ഉമ്മ ഉപ്പ നമുക്കെല്ലാവർക്കും കൂടി സ്വർഗത്തിൽ മനോഹരമായി ജീവിക്കണ്ടേ? അതിനുള്ള ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങൾ. നന്മകൾ കൊണ്ട് നമ്മൾ ആ ദിവസങ്ങളെ ധന്യമാക്കണം. ഏറ്റവും കൂടുതലായി ചെയ്യേണ്ട നന്മകൾ ഒന്ന് സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസം വന്നാൽ സ്വതക്കയുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയാകുന്ന, എവിടെയും നിൽക്കാതെ. പ്രവാചകൻ പണക്കാരനായിരുന്നില്ല, പ്രവാചകൻ പാവമായിരുന്നു. മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഗതിയില്ലാഞ്ഞിട്ട് പടയങ്കി പണയം വെച്ച് കിട്ടിയത് കൊണ്ടാണ് ആ കുടുംബം വിശപ്പടക്കിയത്. ദരിദ്രനായിരുന്നു, എന്നിട്ടും തന്റെ കയ്യിലുള്ള ചില്ലിക്കാശുകൾ പോലും അത് കൊടുത്തിട്ട് പ്രവാചകൻ റമദാനിന്റെ അവസാന ദിവസങ്ങളെ ദാനം കൊണ്ട് സമ്പന്നമാക്കി. ഖുർആൻ ഏറ്റവുമേറെ പാരായണം ചെയ്യേണ്ട ദിവസം, ധാരാളമായി നിസ്കരിക്കേണ്ട ദിവസം, ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ദിവസം. രാത്രികളിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ധാരാളമായി പ്രാർത്ഥിക്കുക. ഇഅ്തികാഫ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ്, കർമ്മമാണ്. ഇഅ്തികാഫ് എന്നാൽ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് പള്ളിയിൽ വന്ന് ഇരിക്കുക, ദീർഘമായിട്ട് ഇരിക്കുക, ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും ദുആകളുമായിട്ട്. അല്ലാഹുവിന്റെ റസൂല് അവസാനത്തെ 10 ദിവസങ്ങളും പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാരും ഇരിക്കാറുണ്ടായിരുന്നു. അവർ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളെയും സ്വന്തമാക്കാൻ എല്ലാവരും നന്നായി പരിശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയേക്കാം എന്ന ഒരു തിരിച്ചറിവോടുകൂടി ഈ റമദാനിനെ പരലോകത്തേക്ക് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മാസത്തിലെ എല്ലാ നന്മകളെയും സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. 1000 മാസങ്ങളുടെ പുണ്യവുമായി ലൈലത്തുൽ ഖദ്ർ ആഗതമാകുമ്പോൾ അന്ന് ഒന്നും അറിയാത്ത വിഡ്ഢിയെ പോലെ കിടന്നുറങ്ങി ആ ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം മുഴുവനും സ്വന്തമാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. എല്ലാ അമലുകളും ഏറ്റവും നല്ല രൂപത്തിൽ അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗത്തിന്റെ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ